എല്ലാവർക്കും നമസ്കാരം. ചില നാളുകൾ കൊണ്ടാഗ്രഹിക്കുകയാണ് ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന്. മറ്റൊന്നുമല്ല, ഈ അടുത്ത സമയത്തായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ആ സാഹചര്യത്തിലേക്ക് മാറിയത് എന്ന് നാം ചിന്തിക്കുമ്പോൾ പല കാരണങ്ങളാണ് കാണാം. നമുക്കൊരു പക്ഷേ അത് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് നാം ചിന്തിക്കും, നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കും. പക്ഷേ അവരുടെ ഭാഗത്ത് അതാണ് ശരി എന്നവർ തോന്നി. അതുകൊണ്ടായിരിക്കുമല്ലോ ആ രീതി അവർ തിരഞ്ഞെടുത്തത്. ഇന്ന് നമുക്ക് മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ആകുലതകൾ. എല്ലാവർക്കും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആരും അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവരല്ല. ടെൻഷന്, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇപ്പം പല മേഖലകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ചില ആളുകൾക്ക് അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അതിനെ നേരിടുവാനുള്ളതായ കപ്പാസിറ്റി ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് അവർ ആത്മഹത്യയാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒന്നിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ശരീരത്തിന് ഒരു മുറിവ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ഒടിവോ ചതിവോ സംഭവിച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കാറുണ്ട്, അതിനെ ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാം, ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമുക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെ ചികിത്സിച്ച് ഒരുവരെ ഭേദപ്പെടുത്താം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദന, ആ മനസ്സിനുണ്ടാകുന്ന പ്രയാസം, ആ മനസ്സിനുണ്ടാകുന്ന അഗാധമായ താങ്ങാൻ കഴിയാത്ത വേദനകൾ, അതിനെയും നമുക്ക് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നതായ പ്രശ്നങ്ങൾ, നമ്മുടെ വേദനകൾ ഒന്ന് ഷെയർ ചെയ്യുവാൻ നമുക്കൊരിടം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ ഒരു ദൈവവിശ്വാസിയാണ് എങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടേതായ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിലേക്ക് നമ്മുടെ പ്രയാസങ്ങളെ ചാനലൈസ് ചെയ്യുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ പങ്കാളിയോട്, അതുപോലെ തന്നെ നമ്മുടെ മക്കളോട്, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഉറ്റവരായ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് കാണപ്പെടുന്ന ആളുകളോട് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് നമ്മുടേതായ ടെൻഷനും വേദനകളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിലനിർത്തുവാൻ, അല്ലെങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും. അതുമല്ല എങ്കിൽ, അതിലും നമുക്ക് പരിഹാരം കണ്ടില്ല എങ്കിൽ നാം ചെയ്യേണ്ടത്, നമുക്ക് സമീപമുള്ള ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ അതുപോലെ ഒരു സൈക്കാട്രിസ്റ്റ് എന്നിവരെ നമ്മൾ തീർച്ചയായിട്ടും നാം കാണണം. അവരുടെ സഹായം നമ്മൾ നേടണം. പലപ്പോഴും ഇതിനു മുൻപൊക്കെ നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇത് സാഹചര്യങ്ങളെല്ലാം മാറി അതിനെക്കുറിച്ചുള്ളതായ ഒരു അവയർനെസ് ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിൽ നാം നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്നതായ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് അവതരിപ്പിക്കുക. നമ്മുടെ മുറിവുകൾ ഉണക്കുവാൻ, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അതേ മുറിവ് പോലെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ ഉണക്കുവാൻ ഒരിക്കലും നമ്മൾ
സ്വയം ചികിത്സയ്ക്ക് പോകരുത്. അതിന് പ്രാപ്തരായ ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒന്ന് വിളിക്കുക. അവരുടെ വാക്കുകൾ, അവർ നൽകുന്ന ഉപദേശങ്ങൾ നിങ്ങളെ ഇത്തരത്തിലുള്ളതായ ആത്മഹത്യാ പ്രവണതയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും, സംരക്ഷിക്കും. യാതൊരു മാറ്റവും അതിന് യാതൊരു സംശയമില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന, ഇന്ന് നമുക്ക് ഭയം ഏറ്റവും കൂടുതൽ നമുക്ക് ഭയക്കുന്നത് നമ്മുടെ മനുഷ്യനെ തന്നെയാണ്. മറ്റൊന്നിനുമല്ല നമുക്ക് ഭയക്കേണ്ടത്. മനുഷ്യൻ ഭീഷണിയിലൂടെ, അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ നമ്മെ ഭയപ്പെടുത്തി നമ്മെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭയം എന്താണെന്ന് മറ്റുള്ളവരോട് ഒരല്പസമയം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപക്ഷേ നിങ്ങളെ ഭയപ്പെടുത്തിയ ആളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ മറ്റൊരാൾ മുഖേന ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു ഉത്തരം ഇതായിരിക്കും: ഞാൻ എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ മറ്റൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്നുള്ള ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൂടായികയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആണെങ്കിൽ തന്നെയും ആത്മഹത്യ ഒരു പരിഹാരമല്ല. അതിന് വേണ്ടുന്നതായ മാർഗങ്ങൾ, നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ ഒന്നും നിങ്ങൾ മാറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉറ്റവരെ, നിങ്ങളുടെ മക്കളെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്കൊരിക്കലും അവരെ വിട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മരണം എല്ലാവർക്കും ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഈ കാലഘട്ടത്തിൽ സ്വന്തം നമ്മുടെ ജീവനെ ബലിയർപ്പിക്കുവാൻ ആർക്കും അതിൽ അധികാരമില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിൽ നിങ്ങളുടേതായ വിഷമങ്ങൾ കേൾക്കുവാൻ, നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുവാൻ ഉള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അവരെ നിങ്ങൾ സമീപിക്കുക. ഈ വേദനയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വർഷം നമ്മുടെ 2025 നാം കടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു സന്തോഷകരമായ ക്രിസ്മസും അതോടൊപ്പം തന്നെ ഒരു പുതിയ വർഷവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കും. നന്ദി, നമസ്കാരം.